നമസ്കാരം. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ ഓൺ സ്ക്രീൻ മാർക്കിംഗ് അഥവാ OSM ഡിജിറ്റൽ മൂല്യനിർണ്ണയ പ്രക്രിയയിൽ വ്യാപക ക്രമക്കേടുകളും സാങ്കേതിക തടസ്സങ്ങളും ഉണ്ടായ പശ്ചാത്തലത്തിൽ കരാറെടുത്ത സ്വകാര്യ കമ്പനിക്കെതിരെ കടുത്ത നടപടികൾക്കൊരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. ഹൈദരാബാദ് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കോംഡ് എഡ്യൂടെക് എന്ന സ്വകാര്യ സ്ഥാപനത്തിന് മേൽ ഭീമമായ തുക പിഴ ചുമത്താനാണ് CBSE നിലവിൽ ആലോചിക്കുന്നത്. എന്നാൽ പിഴ മാത്രം മതിയോ എന്നതാണ് ചോദ്യം. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടുന്ന ഒരു കമ്പനിയെ പിഴ ഒടുക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവർക്ക് അത്തരത്തിലുള്ള ശിക്ഷ മാത്രം നൽകിക്കൊണ്ട് കൈ കഴുകുകയാണോ കേന്ദ്ര സർക്കാർ എന്ന ചോദ്യവും ഉയരുന്നുണ്ട്. ഡിജിറ്റൽ മൂല്യനിർണ്ണയ രീതി നടപ്പിലാക്കിയതിൽ വന്ന അപാകതകൾ മൂലം വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ പരസ്പരം മാറിപ്പോയി എന്നതടക്കമുള്ള അതീവ ഗുരുതരമായ ആരോപണങ്ങളാണ് പരീക്ഷാ ബോർഡിനെതിരെ ഉയർന്നത്. പരീക്ഷാ നടത്തിപ്പിലെ ഈ വലിയ വീഴ്ചകൾ കേന്ദ്ര സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കുകയും വലിയ തോതിലുള്ള പൊതുവിമർശനങ്ങൾക്ക് വഴിവെക്കുകയും ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം ഡിസംബറിലാണ് കോംഡ് എഡ്യൂടെക് കമ്പനിയുമായി CBSE പരീക്ഷാ മൂല്യനിർണ്ണയത്തിനായുള്ള ഔദ്യോഗിക കരാറിൽ ഒപ്പുവെക്കുന്നത്. ഈ കരാറിലെ വ്യവസ്ഥകൾ പ്രകാരം പരീക്ഷാ സംവിധാനത്തിൽ ഉണ്ടാകുന്ന സാങ്കേതിക തകരാറുകൾ കൃത്യസമയത്ത് പരിഹരിക്കാൻ കമ്പനി ബാധ്യസ്ഥരാണ്. ഇതിൽ കാലതാമസം വരുത്തിയാൽ ഓരോ 15 മിനിറ്റിലും 1 ലക്ഷം രൂപ വീതം പിഴ ഈടാക്കാൻ വ്യവസ്ഥയുണ്ട്. കൂടാതെ കമ്പനി നൽകിയിട്ടുള്ള സെക്യൂരിറ്റി നിക്ഷേപം തടഞ്ഞുവെക്കുവാനും കരാർ പൂർണ്ണമായി റദ്ദാക്കുവാനും CBSEക്ക് സാധിക്കും. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ തയ്യാറാക്കിയ കരാർ രേഖകളിൽ കമ്പനിയെ കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള വ്യവസ്ഥ ഉൾപ്പെടുത്തിയിരുന്നെങ്കിലും സെപ്റ്റംബറിൽ വരുത്തിയ വിവാദപരമായ ഭേദഗതിയിലൂടെ ഈ നിബന്ധന ഒഴിവാക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഗുരുതരമായ വീഴ്ചകൾ വരുത്തിയിട്ടും കമ്പനിയെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്താൻ കഴിയില്ലെന്ന വിവരവും പുറത്തുവന്നിട്ടുണ്ട്. സംഭവത്തിന്റെ ഗൗരവം കണക്കിലെടുത്ത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം CBSEയോട് അടിയന്തരമായ വിശദമായ റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കരാർ നടപടിക്രമങ്ങൾ സംബന്ധിച്ച പൂർണ്ണ വിവരങ്ങൾ അടങ്ങിയ റിപ്പോർട്ടാണ് മന്ത്രാലയം തേടിയിരിക്കുന്നത്. നേരത്തെ പരീക്ഷാ ബോർഡ് നൽകിയ വിശദീകരണങ്ങളിൽ മന്ത്രാലയം സംതൃപ്തമല്ലെന്നാണ് സൂചനകൾ. അന്വേഷണത്തിൽ വീഴ്ചകൾ ബോധ്യപ്പെട്ടാൽ ഉത്തരവാദികളായ ഉദ്യോഗസ്ഥരെ ജോലിയിൽ നിന്നും പിരിച്ചുവിടുന്നത് അടക്കമുള്ള കർശനമായ ശിക്ഷാ നടപടികൾ ഉണ്ടാകുമെന്നാണ് സൂചന. ഇതിനിടയിൽ ഡിജിറ്റൽ മൂല്യനിർണ്ണയ പോർട്ടലിൽ സൂക്ഷിച്ചിരുന്ന വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകൾ അടക്കമുള്ള അതീവ രഹസ്യ സ്വഭാവമുള്ള വിവരങ്ങൾ യാതൊരുവിധ സൈബർ സുരക്ഷാ മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് സൂക്ഷിച്ചിരുന്നതെന്ന് ചില എത്തിക്കൽ ഹാക്കർമാർ സാമൂഹിക മാധ്യമങ്ങളിലൂടെ തെളിവുകൾ സഹിതം വെളിപ്പെടുത്തിയതും വലിയ ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ട്. ഇതിനെല്ലാം പുറമെ പരീക്ഷാഫലത്തിന്റെ മാർക്ക് പരിശോധനയ്ക്കും ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണ്ണയത്തിനുമായി വിദ്യാർത്ഥികൾ ആശ്രയിക്കുന്ന പോർട്ടലിലും തുടർച്ചയായി സാങ്കേതിക തടസ്സങ്ങൾ നേരിട്ടു. ജൂൺ 1 രാവിലെ മുതൽ വെബ്സൈറ്റ് പൂർണ്ണമായും പ്രവർത്തനരഹിതമായതോടെ പുനർമൂല്യനിർണ്ണയത്തിന് അപേക്ഷിക്കാനാകാതെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും വൻ പ്രതിസന്ധിയിലുമായി. സാങ്കേതിക വിദഗ്ധ സംഘം നടത്തിയ അടിയന്തര ഇടപെടലുകളെ തുടർന്ന് തകരാറുകൾ പരിഹരിക്കുകയും നിലവിൽ പുനർമൂല്യനിർണ്ണയത്തിനുള്ള ഔദ്യോഗിക പോർട്ടൽ സജീവമാകുകയും ചെയ്തിട്ടുണ്ട്. വിദ്യാർത്ഥികൾക്ക് CBSEയുടെ ഔദ്യോഗിക വെബ്സൈറ്റായ cbse.gov.in വഴി ഇപ്പോൾ അപേക്ഷകൾ സമർപ്പിക്കാം. ഈ വിവാദങ്ങൾക്കിടയിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാനെതിരെയും കടുത്ത ആരോപണങ്ങൾ ഉയരുന്നുണ്ട്. കരാർ ലഭിച്ച കോംഡ് എഡ്യൂടെക് കമ്പനിയുടെ അഡീഷണൽ ഡയറക്ടറായ രാധാകൃഷ്ണൻ ജയറാമനുമായി മന്ത്രിക്ക് വ്യക്തിപരമായ ബന്ധമുണ്ടെന്നാണ് ആരോപണം. ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ അമേരിക്കയിൽ ഉപരിപഠനം നടത്തിയിരുന്ന സമയത്ത് അവിടെ ലോക്കൽ ഗാർഡിയനായി പ്രവർത്തിച്ചിരുന്നത് രാധാകൃഷ്ണൻ ജയറാമനായിരുന്നു എന്നാണ് ഉയർന്നു വന്നിട്ടുള്ള പ്രധാന ആക്ഷേപം. കമ്പനിക്ക് കരാർ ലഭിക്കാൻ ഈ സൗഹൃദം കാരണമായിട്ടുണ്ടെന്നാണ് പ്രചരണമെങ്കിലും ഔദ്യോഗിക കേന്ദ്രങ്ങൾ ഇക്കാര്യങ്ങളിൽ ഇതുവരെ സ്ഥിരീകരണമൊന്നും നൽകിയിട്ടില്ല.